ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടത്ത് കൊയ്ത്താണ്. അപ്പോൾ കോൾപ്പാടാണ് കേട്ടോ. അപ്പോൾ പാടത്തിലെ അവസാനത്തെ കൊയ്ത്ത് നമ്മുടെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാവരും കൊയ്ത്ത് മെഷീനും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെ തന്നെ നമ്മൾ കോൾപ്പാടത്തായ കാരണം നല്ല വെയിലൊക്കെ ആയിരിക്കില്ല, അപ്പോൾ കൊണ്ടുപോകാറില്ല. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ വീഡിയോയിലാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. അത്യാവശ്യം നമുക്ക് മഴയൊക്കെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കാരണം തന്നെ നമ്മുടെ നെല്ല് കുറേ വീണിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കൊയ്യുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ. അപ്പോൾ നെല്ല് വീണിട്ട് അതിന് ചെറിയ മുളയൊക്കെ വന്നിട്ട് ഇപ്പോൾ മുളയായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പാടത്തേക്ക് കൊയ്ത്ത് മെഷീൻ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഈ വണ്ടിന് ഇപ്പുറം ഭാഗമാണ് നമ്മുടെ കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, കൊയ്ത്ത് കഴിഞ്ഞിട്ട് വൈക്കോല് ചുരുട്ടി വെച്ചിരിക്കുന്നതാണ്. വൈക്കോല് ചുറ്റുന്ന മെഷീനാണ് അവിടെ അറ്റത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് തോടിനപ്പുറത്തായ കാരണം നമുക്ക് അപ്പുറത്ത് പോയി പിടിക്കാൻ പറ്റിയില്ല. ഒരുപാട് ദൂരെയാണ് കാണുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് ആ വൈക്കോല് ചുരുട്ടി ഇരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞ് മെഷീൻ കയറി നെല്ല് ചാക്കിലാക്കുന്ന ഇതാണ് കാണുന്നത്. കണ്ടില്ലേ, ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ നമ്മുടെ കൊയ്ത്ത് എന്ന് പറയുന്നത്. നെല്ല് ചാക്കിലായി. പണ്ടാണെന്ന് വെച്ചെങ്കിൽ കൊയ്ത്
കറ്റ കെട്ടി നമ്മുടെ വീട്ടിൽ വന്ന് മെതിച്ച് അങ്ങനെ ഒരുപാട് പ്രോസസ്സായിട്ടാണ് ഈ നെല്ല് ഇതുപോലെ ആയി വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് കൊയ്ത്തും മെതി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയും എളുപ്പം, അത്രയും നമ്മളെ കാലം പുരോഗമിച്ചു. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം നല്ല ഇത്. അപ്പോൾ തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന എത്രയോ ഭൂമികളുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കൃഷി ചെയ്ത് ഇതുപോലെ നെല്ലും ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ വരും കാലത്തുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്